സയൻസിനും സയൻസ് ഫിക്ഷനും ഇടയിൽ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് ടൈം ട്രാവൽ. ഏറ്റവും കൂടുതൽ ആളുകൾ കൗതുകത്തോടുകൂടി ചോദിക്കാറുള്ള ചോദ്യവും അതിനെപ്പറ്റിയാണ്. സത്യത്തിൽ ടൈം ട്രാവൽ എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? അത് ഇതിനകം സാധ്യമായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സയൻസിന് എന്താണ് പറയാനുള്ളത്? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ടൈം ട്രാവൽ അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറയുന്ന വാക്ക് നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം മാറുന്നു. അവിടെ സ്പേസിലുള്ള സ്ഥാനം മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് പൊസിഷൻ മാറുന്നു. ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു സഞ്ചാരമാണ്. അവിടെ നമ്മൾ മാറുന്നത് സമയത്തിലുള്ള സ്ഥാനമാണ്. അതായത് ഒരു സമയത്തിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റിൽ നിന്നും മറ്റൊരു ഇൻസ്റ്റൻറ്റിലേക്ക്, മറ്റൊരു നിമിഷത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോകുന്നു. നമ്മളെല്ലാവരും ഒരിടത്തിൽ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. കാരണം ഈ വീഡിയോ തുടങ്ങിയ സമയത്തല്ല ഞാനോ നിങ്ങളോ ഇപ്പോഴുള്ളത്. സമയത്തിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാവരും ഒരുപോലെ ഒരേ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ട്രാവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് നമ്മുടെ കൂടെയുള്ള വസ്തുക്കളോ മനുഷ്യരോ ഉൾപ്പെടെയുള്ള നമുക്ക് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ വേഗത്തിൽ, വ്യത്യസ്തമായ ദിശയിൽ സമയത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിൽ ഈ ഫിക്ഷൻ്റെ എലമെൻറ്റ് എത്രത്തോളം അതിനെ നമുക്ക് ഭാവനയിലൂടെ കൊണ്ടെത്തിക്കാം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഒരുപാട് സിനിമകളിലും കഥകളിലും ഒക്കെ ഒരുപാട് സാഹിത്യകാർ അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇവിടെ നമുക്കത് ശാസ്ത്രത്തിലൂടെ കണ്ണിലൂടെ നോക്കാം. അപ്പോൾ സയൻസ്, പ്രത്യേകിച്ച് ഫിസിക്സ്, ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ ആദ്യത്തെ ചോദ്യം, മറ്റ് ഈ സ്ഥാനത്തിലൂടെയുള്ള സഞ്ചാരം, പൊസിഷനിൽ വരുന്ന മാറ്റത്തിലൂടെയുള്ള സഞ്ചാരം പോലെ അത്ര ലളിതമല്ല ഈ സമയത്തിലൂടെയുള്ള സഞ്ചാരം. കാരണം സമയം എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഭൗതികശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അറിവ് 100% കൃത്യമായതോ വ്യക്തമായതോ അല്ല. കാരണം അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, സമയം എന്ന് പറയുന്ന അളവിൻ്റെ സ്വഭാവം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ഇപ്പോഴും വ്യക്തതക്കുറവ് ഉണ്ട്. മറ്റൊരു രീതിയിൽ പക്ഷേ നമുക്ക് നോക്കിക്കണ്ടാൽ സമയം ഭൗതികശാസ്ത്രം ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് വികസിച്ച് വരുമ്പോൾ അതിൻ്റെ തുടക്കം മുതലേ തന്നെ സമയത്തെ ഒരു അടിസ്ഥാന അളവായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ ഗലീലിയോയുടെയും ഐസക് ന്യൂട്ടൻ്റെയും ഒക്കെ കാലം തൊട്ട് തന്നെ സമയത്തെ ഭൗതികശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ഈ ഫോർമുലേഷനുകളിൽ ഒരു അടിസ്ഥാന പരിമാണമായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാസ് അല്ലെങ്കിൽ ലെങ്ത്, നീളം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ടൈം. അതായത് മറ്റൊന്നിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്കതിനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ നീളം എന്ന് പറയുന്നത് നീളത്തിൻ്റെ തന്നെ ഡയമെൻഷനുള്ള, നീളം അതിൻ്റേതായ സ്വത്വമുള്ള ഒരളവാണ്. അതേസമയത്ത് വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് അളവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളൊരു പ്രത്യേക സമയം കൊണ്ട് സഞ്ചരിച്ചെത്തിയ ദൂരത്തെയാണ് നമ്മൾ വേഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സഞ്ചരിച്ച ദൂരവും സഞ്ചരിക്കാൻ എടുത്ത സമയവും എന്നിങ്ങനെ രണ്ട് അടിസ്ഥാന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. എന്നാൽ സമയം അങ്ങനെയല്ല. സമയം ഈ കൂട്ടത്തിൽ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ തന്നെ പഠിക്കുന്ന ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലെല്ലാം തന്നെ സമയത്തെ ഒരു അളവായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ സമയത്തെ നമ്മൾ എങ്ങനെ അളക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം സമയം എല്ലാവർക്കും ഒരേ വേഗത്തിൽ പോകുന്നു എന്നാണ് ന്യൂട്ടൻ്റെയും ഗലീലിയോയുടെയും ഒക്കെ കാലം തൊട്ടേ ഉള്ള നമ്മുടെ ഒരു ചിന്താഗതി. ഭൗതികശാസ്ത്രം അങ്ങനെയാണ് അതിനെ, ക്ലാസിക്കൽ ഭൗതികം എന്ന് വിളിക്കുന്ന ആ പഴയ ഭൗതികശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മുഴുവൻ അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സമയം എന്നാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയത്തെ നമുക്ക് അളക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരം വെല്ലുവിളിയാണ്. അപ്പോൾ ഗലീലിയോയുടെ ഒന്നും കാലത്ത് നമ്മൾ ഇന്നീ കാണുന്ന പോലുള്ള ക്ലോക്കുകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഈ ചലനത്തെക്കുറിച്ച്, മോഷനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സമയം അളക്കാനുള്ള ടൂളായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹാർട്ട് ബീറ്റ് ആയിരുന്നു എന്ന് പറയാറുണ്ട്. അതായത് നമുക്ക് ഈ ക്രമമായ ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രതിഭാസങ്ങളാണ് പലപ്പോഴും നമുക്ക് സമയത്തിൻ്റെ അളവിനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കാവുന്നത്. ഉദാഹരണത്തിന് കൃത്യമായ ഇടവേളകളിൽ രാത്രിയും പകലും മാറുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഋതുക്കൾ, സീസണുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു പെൻഡുലം ആട്ടി വിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ചലനം ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പീരിയോഡിസിറ്റി ഉള്ള, ക്രമമായി ആവർത്തിക്കുന്ന തരം ചലനങ്ങളോ പ്രതിഭാസങ്ങളോ ഒക്കെ പണ്ട് മുതലേ ആളുകൾ സമയം അളക്കാനുള്ള ഒരു ഉപകരണമായിട്ട്, ഒരു മെത്തേഡായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മളിവിടെ സമയം അളക്കുന്നതിനുള്ള മനുഷ്യൻ്റെ പരാക്രമണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിന് തന്നെ പറയാനുണ്ടാവും. നമ്മൾ തൽക്കാലം ഈ സമയം എന്ന് പറയുന്ന അളവിൻ്റെ ഭൗതികശാസ്ത്രത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒഴുകുന്ന, ഒരേ വേഗത്തിൽ അനുഭവപ്പെടുന്ന ഒരു അളവായിട്ടാണ്
ക്ലാസിക്കൽ ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ സമയത്തെ കണക്കാക്കിയിരുന്നെങ്കിൽ പിന്നീട് വന്ന ചില കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും അതിനകത്ത് എടുത്തു പറയേണ്ടത് ആൽബർട്ട് ഐൻസ്റ്റൈൻ 1900-ങ്ങളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന സിദ്ധാന്തം വന്നതോടുകൂടി ഇക്കാര്യത്തിൽ മാറ്റം സംഭവിച്ചു. പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരേപോലെ അല്ല സമയത്തിൻ്റെ വേഗം അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ടൈം എല്ലാവർക്കും ഒരേ നിരക്കിലല്ല, ഒരേ റേറ്റിലല്ല സംഭവിക്കുന്നത് എന്ന കണ്ടെത്തൽ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല സമയം എന്നത് സമയം എന്താണ് എന്ന ചോദ്യത്തെ കൂടുതൽ കുഴപ്പം പിടിച്ചതാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട പ്രശ്നം. അവിടെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ വരവോടുകൂടി മാറ്റിമറിക്കപ്പെട്ട ഒരു ആശയമാണ് ടൈം ലൈൻ എന്ന് പറയുന്ന ഐഡിയ. അതായത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് വസ്തു അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുടെ ടൈം ലൈൻ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പരിണാമത്തിൻ്റെ ടൈം ലൈൻ എന്നൊക്കെ, അല്ലെങ്കിൽ സമയരേഖ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ ഒരു കാലത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് വിവിധ കാലഘട്ടങ്ങളിൽ എങ്ങനെ മാറി വന്നു, അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്ന് സമയത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അതിനെ ടൈം ലൈൻ എന്ന് വിളിക്കുന്നത്. ആപേക്ഷികതാ സിദ്ധാന്തം വന്നതോടുകൂടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സമയം അനുഭവപ്പെടുന്നത് എന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ഈ ടൈം ലൈൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലാതായി. അപ്പോൾ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് വരുമ്പോൾ നമ്മൾ ടൈം ലൈൻ എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വേൾഡ് ലൈൻ എന്ന് പറയുന്നൊരു വാക്കാണ്. അത് സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ആ നിർണായകമായ ആശയങ്ങൾ പലപ്പോഴും പ്രസക്തമാകുന്നത് ഈ പ്രകാശത്തിൻ്റെ വേഗത്തിനോട് അടുപ്പിച്ചുള്ള വേഗങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോഴാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ വേഗങ്ങൾ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമാണെന്നുള്ളതുകൊണ്ട് റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ആപേക്ഷികതയുടെ അടിസ്ഥാനത്തിലുള്ള പല വിചിത്രമായിട്ടുള്ള ഫലങ്ങളും നമുക്ക് നേരിട്ട് അനുഭവഗോചരമായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അത് വളരെ സവിശേഷമായി തയ്യാറാക്കപ്പെട്ട ഭൗതികശാസ്ത്ര പരീക്ഷണങ്ങളിലാണ് നമുക്കത് ബോധ്യപ്പെടാനാവുക. നിത്യജീവിതത്തിലെ അനുഭവങ്ങളതിന് പോരാതെ വരും. അപ്പോൾ ആപേക്ഷികതാ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ഈ എല്ലാവർക്കും ഒരുപോലെയല്ല സമയം പോകുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത് നമ്മൾ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥാനം എന്ന ആശയവുമായി വല്ലാതെ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന, അതിൽ നിന്നും വേർതിരിക്കാനാവാത്ത ഒരു സത്ത, ഒരു ഐഡൻറ്റിറ്റി അതിനുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്കാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് എന്നും ടൈം എന്നും സ്ഥലം കാലം എന്നിങ്ങനെ രണ്ടായിട്ട് മനസ്സിലാക്കിയിരുന്ന, രണ്ട് ഡയമെൻഷൻസ് ആയിട്ട് മനസ്സിലാക്കിയിരുന്ന രണ്ട് വ്യത്യസ്ത അളവുകൾ സത്യത്തിൽ വ്യത്യസ്ത അളവുകളല്ല എന്നും, മറിച്ച് സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു 4 ഡയമെൻഷണൽ 4 ഡയമെൻഷനുകൾ ഉള്ള ഒരു എൻറ്റിറ്റി, ഒരു സത്വമാണ് എന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് ആപേക്ഷികതാ സിദ്ധാന്തം, പ്രത്യേകിച്ച് അതിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ പറയപ്പെടുന്നത്. അപ്പോൾ സ്പേസ് ടൈം എന്ന് പറയുന്ന 4 ഡയമെൻഷണൽ, ഈ 4 ഡയമെൻഷൻ എന്ന് പറയുന്ന ആശയം എങ്ങനെ ഉൾക്കൊള്ളണം, അതിനെക്കുറിച്ച് അതിനെ പല രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് ഇതേ ചാനലിൽ നമ്മളൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വീണ്ടും കാണാം. 4 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ടൈമിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ ചർച്ച വന്നെത്തുന്നത്. അതായത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ആത്യന്തികമായിട്ട് ഒരു 4 ഡയമെൻഷണൽ സ്പേസ് ടൈമാണ്. അതിൽ 3 ഡയമെൻഷനുകൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. നമുക്ക് തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമുള്ള 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഫോർവേഡ് ബാക്ക്വേഡ്, മുന്നോട്ട് പിന്നോട്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ഷൻ, അപ്പ് ഡൗൺ എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ഷൻ. അങ്ങനെ 3 സ്പേസ് ഡയമെൻഷൻസും അതിനോടൊപ്പം സമയം കൂടി ചേരുന്ന ഒരു 4th ഡയമെൻഷൻ അടങ്ങിയ 4 ഡയമെൻഷണൽ സ്പേസ് ടൈം, സ്ഥലകാലമാണ് ഈ പ്രപഞ്ചം എന്ന ആശയത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സഞ്ചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പേസിലുള്ള ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്കുള്ള സഞ്ചാരമാണെങ്കിൽ, ടൈം ട്രാവൽ എന്ന് പറയുന്നത് സമയസഞ്ചാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് തത്തുല്യമായ രീതിയിൽ ടൈമിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള യാത്ര എന്നാണ്. അപ്പോൾ സ്പേസിന് തുല്യമായ ഒരു സ്ഥാനമാണ് സമയത്തിനും ഉള്ളതെന്നുണ്ടെങ്കിൽ സ്പേസിലൂടെയുള്ള സഞ്ചാരം പോലെ സമയത്തിലൂടെയുള്ള സഞ്ചാരവും സാധ്യമാകേണ്ടതല്ലേ എന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. പക്ഷേ വളരെ ന്യായമായൊരു ചോദ്യമാണെങ്കിലും ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ ശാസ്ത്രജ്ഞർ പലപ്പോഴും 2 തട്ടിലാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ പാരഡോക്സുകൾ എന്ന് പറയുന്ന ചില വിഷമ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം, ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു പാരഡോക്സ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് സമയത്തിലൂടെ സഞ്ചാരം സാധ്യമാക്കുന്ന ആ സാങ്കല്പിക യന്ത്രത്തെയാണ് നമ്മൾ ടൈം മെഷീൻ എന്ന് വിളിക്കുന്നത്. ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് പോയി എൻ്റെ മുത്തശ്ശനെ കൊന്നു എന്ന് കരുതുക. സാങ്കല്പികമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് ഞാൻ എൻ്റെ തന്നെ നിലനിൽപ്പിനെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയായിട്ടുള്ള അച്ഛനോ അമ്മയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാവുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഞാൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ലാതാകുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ഈ പിന്നിലേക്ക് സഞ്ചരിച്ചു പോയ, ആ ടൈം മെഷീനിൽ സഞ്ചരിച്ചു പോയ ആളാരാണ്? കാരണം ഞാൻ ഉണ്ടായിട്ടില്ല, എന്നാൽ മാത്രമല്ല എനിക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അപ്പോൾ ഇതൊരു പാരഡോക്സ് ആണ്. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാരഡോക്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ സമയസഞ്ചാരം, ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ട് കൂടി ആലോചിച്ചാൽ വളരെ വളരെ പ്രശ്നം പിടിച്ച ഒരു ആശയമാണ്. ഇതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള പല ആശയങ്ങളും മുന്നോട്ട് വെക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പേസ് ടൈമിനെ സംബന്ധിച്ചിട്ടുള്ള ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ സ്പേസിനെയും ടൈമിനെയും ചേർന്ന ഒരു 4 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നത്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ട് അവിടെ ഐൻസ്റ്റൈൻ ഫീൽഡ് ഇക്വേഷൻ എന്ന് വിളിക്കുന്ന ചില സമവാക്യങ്ങളാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ആ സമവാക്യങ്ങൾ പ്രപഞ്ചത്തിലെ ഈ സ്പേസ് ടൈമിൻ്റെ ജ്യാമിതി, അതിൻ്റെ ജിയോമെട്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജിയോമെട്രി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കെല്ലാം പരിചയമുള്ള ഒരു ത്രികോണം എടുക്കുക. നമുക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ത്രികോണത്തിൻ്റെ അകത്ത് വശത്തുള്ള അതിൻ്റെ ആന്തര കോണുകൾ അളന്നെടുത്തിട്ട് പരസ്പരം കൂട്ടിയാൽ അപ്പോൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മളൊരു മേശപ്പുറത്ത് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ചതിന് ശേഷം ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ കോണുകൾ അളന്ന് നോക്കിയിട്ട് നമുക്കിത് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ആംഗിളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ കോണളവുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഇതുപോലൊരു ട്രയാങ്കിൾ നമ്മളൊരു ഫുട്ബോളിൻ്റെ ഉപരിതലത്തിൽ വരച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ബോളിൻ്റെ ഉപരിതലത്തിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ച ശേഷം ഇതുപോലെ നമ്മൾ കോണളവ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് 150 ഡിഗ്രി ആയിരിക്കില്ല, 150 ഡിഗ്രിക്ക് കൂടുതലുണ്ടാവും. അതിൻ്റെ കാരണം നമ്മൾ സാധാരണഗതിയിൽ ത്രികോണം വരച്ച് ശീലിച്ച ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിൻ സർഫസിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കർവ്ഡ് സർഫസ്. അതായത് ഈ ത്രികോണങ്ങളുടെ ഉള്ളിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത് പ്ലെയിൻ ജിയോമെട്രി ഉള്ള ഫ്ലാറ്റ് സർഫസുകളിൽ മാത്രം ബാധകമായിട്ടുള്ളൊരു നിയമമാണ്. ഇത് കർവ്ഡ് സർഫസുകളിൽ ബാധകമല്ല. അതായത് ഫുട്ബോളിൻ്റെ ഉപരിതലം പോലെ വളഞ്ഞ ഉപരിതലങ്ങളിൽ ഇത് ബാധകമല്ല. അവിടെ നമ്മൾ മറ്റൊരു തരം ജിയോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരന്ന പ്രതലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത് യൂക്ലിഡിയൻ ജിയോമെട്രി എന്നാണ് വിളിക്കുന്നത്. അതായത് യൂക്ലിഡ് എന്ന് പറയുന്ന ഗണിതജ്ഞനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ജിയോമെട്രി എന്ന് പറയുന്നത് യൂക്ലിഡിയൻ ജിയോമെട്രിയാണ്. എന്നാൽ ഇത്തരം ഫുട്ബോളിൻ്റെ ഉപരിതലം ഒരു യൂക്ലിഡിയൻ ജിയോമെട്രിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രതലമല്ല. അപ്പോൾ അവിടെ ഈ വളഞ്ഞ പ്രതലങ്ങൾക്ക് ശല്യമായിട്ടുള്ള റീമാനിയൻ ജിയോമെട്രി എന്നൊക്കെ പറയുന്ന മറ്റ് ജാമിതീയ സിദ്ധാന്തങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഈ പറഞ്ഞു വരുന്നത്, ഒരു മേശയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു ഫുട്ബോളിൻ്റെ ഉപരിതലം എങ്ങനെ വ്യത്യസ്തമാണോ ആ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകൾ. അതായത് ഒരു മേശയുടെ ഉപരിതലത്തിൻ്റെ ജിയോമെട്രി അല്ല ഒരു ഫുട്ബോളിൻ്റെ ഉപരിതലത്തിനുള്ളത്. അപ്പോൾ ഈ സ്പേസ് ടൈമിൻ്റെ ജിയോമെട്രി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിലെ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ത്രികോണം വരച്ച് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണോ കിട്ടുന്നത്? 2 പാരലൽ രേഖകൾ വരച്ചു കഴിഞ്ഞാൽ അവ എവിടെയെങ്കിലും കൂട്ടിമുട്ടുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയുടെ ഉപരിതലത്തിൽ 2 പാരലൽ രേഖകളാണ് 2 രേഖാംശ രേഖകൾ. നമ്മൾ ഭൂമധ്യരേഖയിൽ നിന്നും 2 മനുഷ്യർ ഭൂമധ്യരേഖയുടെ 2 സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഭൂമിയുടെ ഉത്തരധ്രുവത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2 പേരും ഈ കോമ്പസ് വടക്കോട്ട് ചൂണ്ടുന്ന ദിശയിൽ നോക്കി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവർ സമാന്തരമായിട്ട് പാരലായിട്ട് സഞ്ചരിക്കുന്നു എന്നാണ് വെപ്പ്. അങ്ങനെയാണെങ്കിൽ അവരൊരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. പക്ഷേ ഈ 2 കോമ്പസുകളും ഒരു കോമൺ ആയിട്ടുള്ള പോളിലേക്കാണ്, ധ്രുവത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവർ കുറേ നേരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായി അവർ ഒരേ പോയിന്റിലേക്ക് എത്തിച്ചേരും. അതായത് അവിടെ അവ കൂട്ടിമുട്ടുന്നു. അതിൻ്റെ കാരണം ഈ കർവ്ഡ് സർഫസ്, വളഞ്ഞ പ്രതലത്തിലുള്ള ജ്യാമിതി നമുക്ക് പരിചയമുള്ള ജ്യാമിതി അല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പം നമുക്ക് പരിചയമുള്ള പ്രതലത്തിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജിയോമെട്രിയാണ്. അപ്പോൾ ഈ സ്പേസ് ടൈമിൻ്റെ ജിയോമെട്രിയും ഇതുപോലെ അവിടെ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ്, മാസിൻ്റെ അളവ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാറും. അതായത് വളരെ മാസീവായിട്ടുള്ള വസ്തുക്കൾ, ഭൂമിയോ സൂര്യനോ പോലുള്ള വസ്തുക്കൾ, അതിന് ചുറ്റുമുള്ള ഈ സ്പേസ് ടൈമിൻ്റെ ജിയോമെട്രിയെ മാറ്റും. ആ സ്പേസ് ടൈമിൻ്റെ ജിയോമെട്രി മാറ്റുന്നതിനാണ് പൊതുവെ പോപ്പുലർ സയൻസിൽ നമ്മൾ സ്പേസ് ടൈം കർവേച്ചർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. സ്ഥലകാല വക്രത എന്നൊക്കെ. അതൊരു സാധാരണ നമുക്ക് കണ്ടു പരിചയമുള്ളൊരു വക്രതയല്ല. അവിടെ സ്പേസ് മാത്രമല്ല വളയുന്നത്, സ്പേസ് ടൈമും കൂടെ ചേർത്താണ്. അതൊരു വളവാണെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ മറ്റ് വാക്കുകളില്ലാത്തതുകൊണ്ടാണ്. അവിടുത്തെ ജ്യാമിതീയ സ്വഭാവങ്ങൾ, ജിയോമെട്രിക്കലായിട്ടുള്ള സ്വഭാവം മാറുന്നു എന്ന് മാത്രമേ നമുക്കവിടെ പറയാൻ സാധിക്കൂ. ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ടൈം ട്രാവൽ സാധ്യമാണോ എന്ന ചോദ്യത്തിന് സാധ്യമായേക്കും എന്നെങ്കിലും പറയാവുന്ന ഉത്തരം വരുന്നത് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ചില പരിഗണനകളിലേക്ക് വരുമ്പോഴാണ്. പ്രത്യേകിച്ച് വേം ഹോൾ എന്ന് പറയുന്ന ഒരു ആശയം. ഈ സ്പേസ് ടൈമിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന് സങ്കല്പിക്കാവുന്ന ചില ചാനലുകൾ ഭൗതികശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് സാധ്യമാണ്. അത്തരം ചാനലുകളാണ് നമ്മൾ വേം ഹോളുകൾ എന്ന് വിളിക്കുന്നത്. വേം ഹോളുകളിലൂടെ ഈ സമയസഞ്ചാരം, ടൈം ട്രാവൽ സാധ്യമായേക്കും എന്ന് ചില ആളുകളെങ്കിലും വാദിക്കുന്നുണ്ട്. അതുപോലെ ക്ലോസ്ഡ് ടൈം ലൂപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വേൾഡ് ലൈൻ കറങ്ങി അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു വസ്തു അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ടൈം ലൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതെല്ലാം ശരിക്കും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് സാധ്യമാണ്. ശ്രദ്ധിക്കുക, തിയററ്റിക്കലി അത് സാധ്യമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അസാധ്യമാണ് എന്ന് പറയാൻ പോകുന്ന കാരണങ്ങളില്ല എന്ന് മാത്രമാണ്.
അത് തിയറട്ടിക്കലി സാധ്യമാണ് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് നേരിട്ട് സാധ്യമാക്കി എടുക്കാം എന്നൊരു ഗ്യാരണ്ടിയും അവിടെയില്ല. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലുള്ള നിർണായകമായിട്ടുള്ള ഈ കോസാലിറ്റി വയലേറ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ മുത്തശ്ശൻ എൻ്റെ ജനനത്തിന് അത്യധികമായി കാരണമായ ഒരാളാണ്, അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു ഈവൻറ്റ് ഞാൻ ടൈം ട്രാവൽ നടത്തി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിനെ അത് പരോക്ഷമായിട്ട് അസാധുവാക്കുന്നുണ്ട്. ഇത്തരം പാരഡോക്സുകളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈം ട്രാവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇപ്പോഴും ചില ന്യൂനതകൾ ഉള്ള തിയറിയാണ്. കാരണം സൂക്ഷ്മതലത്തിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സ് വളരെ പ്രബലമായി പ്രയോഗിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ ക്വാണ്ടം ഭൗതികവും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും തമ്മിൽ നിലവിൽ